ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? സുഖമായിരിക്കുന്നല്ലോ അല്ലേ? പിന്നെ ക്യാമലിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ടേ. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ നഴ്സറികളിൽ കുറച്ചും കൂടി കോസ്റ്റ്ലിയായ പ്ലാന്റാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൈനീസ് പ്ലാന്റാണ് ഏറ്റവും നന്നായിട്ട് പൂക്കളുണ്ടാവുക. ചൈനീസ് ബഡ് അവരത് പ്ലാന്റ് ബഡ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ്. അതേ സ്ഥാനത്ത് കേരളത്തിൽ ഉണ്ടാകുന്ന പ്ലാന്റുകളുണ്ട്, അതിൻ്റെ ബഡ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഡിസ്പ്ലേയിൽ നല്ല പൂക്കളൊക്കെ ആയിട്ട് കാണുമ്പം നമ്മൾ വിചാരിക്കും അത് വാങ്ങാൻ. അപ്പോൾ അതിൻ്റെ വില ഏകദേശം 3000-3500 ആയിരിക്കും പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറഞ്ഞത് എന്നുള്ള രീതിയിൽ നമ്മൾ അവർ ഈ കേരള ബഡ് ചെയ്തിരിക്കുന്ന പ്ലാന്റ് എടുത്ത് തരും. അതിന് വില ഒരു 1000-1200 രൂപയ്ക്ക് വരത്തുള്ളൂ. പക്ഷേ അതിനകത്ത് പൂക്കൾ കുറവായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഗാർഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞ നാടൻ വെറൈറ്റി പറഞ്ഞില്ലേ, കേരളത്തിൽ നിന്ന് ചെടികളിൽ നിന്ന് ബഡ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ചൈനീസ് ബഡ് ചെയ്തെടുക്കുന്ന ചെടികളാണ് നല്ല പൂക്കളുണ്ടാവുക. ഇത് നമ്മൾ നഴ്സറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാവുക. മാത്രമല്ല ഇതവർ ഈ പറയുന്ന പോലെ പൂക്കൾ ഉണ്ടാകാനുള്ള ഹോർമോൺസ് എല്ലാം സ്പ്രേ ചെയ്തിട്ട് മുട്ടുകളും പൂക്കളൊക്കെ ആയിട്ട് ഉണ്ടാവും. പക്ഷേ ആ പൂക്കൾക്ക് അത്രയും സൈസ് ഉണ്ടാവില്ല, ആ മുട്ടുകളുടെ എണ്ണം കുറവായിരിക്കും. എന്തുകൊണ്ടും ചൈനീസ് പ്ലാന്റാണ് നല്ലത്. അപ്പോൾ നമ്മൾ പ്രൈസിൻ്റെ കണ്ടീഷൻസിൽ കോംപ്രമൈസ് ചെയ്തിട്ട് ചെടി വേണമെന്നുള്ള രീതിയിൽ പോയി വാങ്ങിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, 3000-ൻ്റെ വലിയ ചൈനീസ് പ്ലാന്റ് കാണിച്ചു തരും. അതിൻ്റെ പൂക്കൾ കണ്ട് ഭംഗിയെ കണ്ടിട്ട് നമ്മൾ അതിൻ്റെ തൈയാണെന്ന് വിചാരിച്ച് നമ്മൾ ചെറിയ ചെടി വാങ്ങിക്കൊണ്ട് വരും. പക്ഷേ അന്നേരം എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അധികം പൂക്കൾ ഉണ്ടാവില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുടക്കുന്ന പൈസ വേസ്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞ ഒറിജിനൽ ക്യാമലിയ ശരിക്കും ഇതിൻ്റെ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പ്ലാസ്റ്റിക് ആണെന്നേ തോന്നുള്ളൂ കേട്ടോ. ക്യാമറയിലായിട്ടാണ് ഇങ്ങനെ ഡയറക്റ്റ്ലി വന്ന് നോക്കി കഴിഞ്ഞാൽ ആരും ഒന്ന് തൊട്ട് നോക്കും, എന്നിട്ട് പറയുമ്പോൾ ഇത് പ്ലാസ്റ്റിക് ആണോ എന്ന് ചോദിച്ചു പോകും. അങ്ങനെ പ്ലാസ്റ്റിക് പ്ലാന്റ് ആണെന്നേ തോന്നുള്ളൂ. കാരണം അതിൻ്റെ ലീഫും അതുപോലെ തന്നെയാണ്, ഒരു എന്താ പറയുക ഷൈനിങ് ഉള്ള ലീഫ്, അതേപോലെ തന്നെ നിറയെ മുട്ടുകൾ, പിന്നെ പൂക്കൾ ഇതേപോലെ തന്നെയാണ്. നമ്മളതിനകത്ത് തണ്ട് കാണില്ല, പൂക്കളുടെ ഞെട്ടില്ലാത്തതുകൊണ്ട് പൂക്കൾ ചെടിയിനകത്ത് പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് തോന്നും. അപ്പോൾ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ചോദിക്കും ഇതെന്താ പ്ലാസ്റ്റിക് ആണോ എന്ന് ചോദിക്കാറുണ്ട്. എല്ലാവരും വന്ന് തൊട്ട് നോക്കുകയും ചെയ്യും. അപ്പം ഈ ചൈനീസ് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ പൂക്കളും അതേപോലെ നിറയെ മുട്ടുകളൊക്കെ ഉണ്ടായിട്ട് കുറേ കാലം നിൽക്കും. ഈ പൂവ് ഇതിപ്പോൾ ഇന്നലെയൊക്കെ ആയിട്ട് വിരിഞ്ഞ പൂവാണ്, ഇത് ഒരാഴ്ച മുമ്പ് വിരിഞ്ഞ പൂവാണ്, കണ്ടില്ലേ? അപ്പോൾ ആ ഡിഫറൻസ് കണ്ടുപോകും. അങ്ങനെ കുറേ ലാസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ് കൂടിയാണ് കേട്ടോ. ഒരിക്കൽ പൂവ് ഉണ്ടായി കഴിഞ്ഞാൽ മിനിമം ഒരു മാസമൊക്കെ പൂക്കളുണ്ടാവും. അതേപോലെ ഇതിനകത്തുള്ള കംപ്ലീറ്റ് മുട്ടുകളും പൂക്കളായി മാറുമ്പോഴത്തേക്കും ഒരു 5-6 മാസത്തേക്ക് പൂവുണ്ടാവും ഇതിനകത്ത്. വളരെ സിമ്പിളാണ്, അധികം എന്താ പറയുക നമ്മൾ വലിയ ശ്രദ്ധയൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. പക്ഷേ നിറച്ച് പൂക്കളുണ്ടാവും. ഈ പൂക്കളെല്ലാം ഉണ്ടായി കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ മണ്ണൊക്കെ ഇളക്കിയിട്ട് അതിനെക്കുറിച്ച് 19 ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ മുട്ടുകൾ വീണ്ടും ഉണ്ടാവും. മുട്ടുകളായി കഴിഞ്ഞാൽ പിന്നെ സ്പ്രേ ചെയ്യാൻ നിൽക്കരുത്, കാരണം ആ മുട്ടുകളൊക്കെ വീണ്ടും കൊഴിഞ്ഞു പോകും കേട്ടോ. അപ്പം എന്താ പറയുക, വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്ത ഒരു ചെടി. പക്ഷേ ഇത് കുറ്റിച്ചെടിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റും. ചട്ടിയിലല്ലാതെ നിലത്ത് നട്ട് കഴിഞ്ഞാൽ ഇതൊരു വലിയ ചെടിയായി വളർന്ന് നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. റോസ്, വൈറ്റ്, പിങ്ക്, റെഡ്, ഇങ്ങനെ 3-4 കളറുണ്ട്. യെല്ലോ ഞാൻ കണ്ടായിരുന്നു. ഈ 5 വെറൈറ്റീസ് ഓഫ് കാമലിയ പ്ലാന്റുകളുണ്ട്. പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ പ്ലാന്റ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല. പക്ഷേ നമുക്കിത് മുതലാവില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷെ എന്തായാലും കാമലിയ ഒരു പ്ലാസ്റ്റിക് പൂ തരുന്ന ഒരു ചെടി പോലെ തന്നെയാണ് പറയുക. ശരിക്കും അതിൻ്റെ പെറ്റൽസ് എല്ലാം അതുപോലെ തന്നെയാണ്, നല്ല കട്ടിയുള്ള പെറ്റൽസ്, പെട്ടെന്നൊന്നും വാടത്തുമില്ല. പിന്നെ നമുക്കിതിന് നല്ല വെയിൽ വേണം. അപ്പോൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ട് പൂക്കളൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ വലിയ വെയിൽ, നമ്മൾ പ്രത്യേകിച്ച് ഇവിടുത്തെ വെയിലിന് ഇതിൻ്റെ കളർ പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ആ കളറോടുകൂടെ ഫ്രഷായി നിൽക്കാൻ നമ്മൾ ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കുന്നത് നല്ലത്. അപ്പോൾ ഈ മുട്ടുകളെല്ലാം വിരിഞ്ഞ് കഴിയുമ്പം പിന്നെ നമുക്ക് വീണ്ടും എടുത്ത് അതിനെ മാറ്റി വയ്ക്കാൻ പറ്റും. നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. നഴ്സറിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മുതൽക്കൂട്ടാണ്. നമ്മുടെ ഗാർഡനിലൊരു വലിയ എന്താ പറയുക, ഒരു പ്രൈഡാണ് ഈ സംഭവം. കാമലിയ കൊള്ളാമോ?